ഒരു ടിപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ്. കുപ്പിയോ അല്ലെങ്കിൽ ബോട്ടിലോ നമ്മൾ എണ്ണ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നെയ്യ് വെച്ചിരിക്കുന്നു. അതിനുശേഷം അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് കഴുകുമ്പോൾ ഭയങ്കര പാടാണ് അല്ലേ. അത് കാരവിട്ടും മറ്റും അങ്ങനെയൊക്കെ കഴുകേണ്ടി വരും. അതിൽ ഈസി ഒരു ഇതാണ് ഇത് എണ്ണ ഒഴിച്ച് അത് കഴുകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇതാണ്. ഇതിലേക്ക് നമുക്ക് ഈ വിം ബാർ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇടുക. ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക കുറച്ച് നേരം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം ഇതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് എത്രയും വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ അടയ്ക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കുക. കുലുക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ കഴുകിയതാണ്. അതായത് നമ്മുടെ വിം ലിക്വിഡും പിന്നെ ഈ ടിഷ്യൂ പേപ്പറും ഇട്ടിട്ട് കഴുകിയപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതേസമയം ഈ ഗ്ലാസ് നോക്കൂ, ഇത് കണ്ടോ, ഈ ഗ്ലാസ് എങ്ങനെയാണ് കഴുകുന്നത് നോക്കിയാൽ. ഇതുപോലെ വിമ്മിൻ്റെ കുറച്ച് ഇതൊഴിക്കുക. അതിന് ശേഷം ഇതിട്ടിട്ട് അത് നമുക്ക് വെച്ചേക്കൊന്നും വേണ്ട, കാരണം നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നതല്ലേ. ഒരു ഇതൊക്കെ ഗ്ലേസിങ് വരാൻ വേണ്ടിയിട്ട്, അതായത് വൃത്തിയാവാൻ വേണ്ടി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറും ഇത് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇത് തിളങ്ങും. നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് തിളങ്ങും. അപ്പം നമുക്ക് കുപ്പിപ്പാത്രങ്ങൾ നമുക്കിങ്ങനെ ഗ്ലാസ്സുകളോ പ്ലേറ്റുകളോ അങ്ങനെ ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് നല്ലതായിട്ട് വൃത്തിയാകും. നോക്കാം, ഞാൻ 2 മിനിറ്റ് വെച്ചിരുന്നു. 2 മിനിറ്റ് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് നമുക്ക് സൗകര്യം പോലെ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ കണ്ടോ ഇങ്ങനെയായിട്ടുണ്ട്. അതിനകത്ത് നെയ്യാണെങ്കിൽ നെയ്യോ എണ്ണയോ എല്ലാം ഇതിലിങ്ങനെ പിടിക്കും. ഇതിൽ പിടിച്ചിട്ട് തുടച്ചിടുക. അത് നമുക്ക് പാടൊന്നുമില്ല. മറ്റേത് കുറേ തുണിയിട്ട് തുടയ്ക്കുക, ഇതിട്ട് തുടയ്ക്കുക ഒന്നും വേണ്ട. റെഡിയായി. ഇതിനകത്ത് ഒരു കയ്യിൽ നമ്മളുടെ പറ്റുകയില്ല, ഒന്നുമില്ല. ബോട്ടിൽ ക്ലീനായി. അപ്പോൾ കൂട്ടുകാരെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇതൊരു ചെറിയ ടിപ്പാണ് കേട്ടോ. അത് മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണെന്ന്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ, നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എണ്ണമയം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ടിഷ്യൂ പേപ്പർ കളഞ്ഞ ടിഷ്യൂ പേപ്പർ അത് ഇതുപോലെ ഇരിക്കും കേട്ടോ, എണ്ണയെല്ലാം ആക്കി ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളോ അത് ഗ്ലാസ്സോ പ്ലാസ്റ്റിക്കോ എന്തും ആയിക്കോട്ടെ, അതിനകത്തേക്ക് വിമൊഴിക്കുക, അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് കുലുക്കി കഴിയുക. വേറെ അല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ ഗ്ലാസ് പാത്രങ്ങളും എല്ലാം റെഡിയായി. ഓക്കെ, ഇത് നെയ്യിട്ട് വെച്ചിരുന്നോ, എണ്ണയോ നെയ്യോ എന്തിട്ട് വെച്ചിരുന്നാലും നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത്രയും ക്ലീനായിട്ട് വയ്ക്കാം. അപ്പം ഞാൻ രണ്ടാമത് നിങ്ങൾ കാണാൻ എനിക്കൊരു സംശയം, നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ടാട്ടോ ഇതെൻ്റെ മകൾ പറഞ്ഞു തന്ന. ഞാൻ അവിടെ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ കൂട്ടുകാരെ. ഇത് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ല ഉപകാരപ്രദമായ ഒരു ടിപ്പാണിത്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.